തന്റെ സർക്കാരിന്റെ ഭരണം വിലയിരുത്താൻ പോളിയോ ബാധിതയായ മഞ്ജു വീൽചെയറിൽ കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശനമേളയിലെത്തി. അധികം ഉല്ലാസയാത്രകൾ നടത്തിയിട്ടില്ലാത്ത മഞ്ജു ഭർത്താവിനും മകനുമൊപ്പമാണ് എത്തിയത്. കേരളം മുഴുവനും അന്വേഷിക്കുകയാണ് എൻ്റെ കേരളത്തിനകത്തുള്ള വികസന പദ്ധതികളെക്കുറിച്ച്. അങ്ങനെയാണ് കൊല്ലം തേവലക്കര സ്വദേശിനിയായിട്ടുള്ള നമ്മുടെ മഞ്ജുവിൻ്റെ ഭർത്താവ് ലോട്ടറി ടിക്കറ്റ് വ്യാപാരി കൂടിയായിട്ടുള്ള സന്തോഷും മക്കളും ആ ബന്ധുക്കളും എല്ലാം ആയിട്ട് നമ്മുടെ ആശ്രാമത്തെ പവനിലേക്ക് ഇങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി അവരിതിൻ്റെയൊക്കെ അഭിപ്രായം കൂടി പറയും. മഞ്ജുവിന് കാഴ്ചകളിൽ പുതു അറിവുകൾ കിട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എന്തൊക്കെ സർക്കാർ പദ്ധതികളുണ്ട്. വിവിധ വകുപ്പുകളുടെ വികസന പദ്ധതികൾ കണ്ട് മനസ്സിലാക്കിയും ചോദിച്ചു മനസ്സിലാക്കിയും മഞ്ജു വീൽചെയറിൽ ലോട്ടറി വിൽപ്പനക്കാരനും ഭിന്നശേഷിക്കാരനുമായ ഭർത്താവ് സന്തോഷുമൊത്ത് എക്സിബിഷനിലെ തിക്കും തിരക്കിനുമിടയിൽ സഞ്ചരിച്ചു. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് സ്റ്റാളിലെ ഉദ്യോഗസ്ഥനോട് മഞ്ജു അന്വേഷിച്ചു മനസ്സിലാക്കി. ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണ കിറ്റാണെങ്കിൽ ഭക്ഷണ കിറ്റ് ഏതാണോ ഗുണഭോക്താവിന് ആവശ്യമുള്ളത് അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന്, ചികിത്സയുടേത് അങ്ങനെയുണ്ട്. പിന്നെ അതുപോലത്തെ ഈ വീൽ ചെയർ അതുപോലുള്ള ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ള ഉപകരണങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി വഴി അവർക്ക് ജീവിതമാർഗമായിട്ട് പെട്ടിക്കടകൾ, തയ്യൽ യൂണിറ്റുകൾ ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനത്തിലാണ് മഞ്ജു സന്തോഷ് ദമ്പതികളുടെ ജീവിതം. കാലങ്ങൾ കാത്തിരുന്ന് കിട്ടിയ മുച്ചക്ര വാഹനത്തിൽ മഞ്ജുവും ലോട്ടറി വിൽക്കും. പ്രതിദിനം കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ വാടക വീട്ടിലെ ജീവിതം. ഇതിനിടെ അവർ മകനെയും മറ്റു ബന്ധുക്കളെയും കൂട്ടി സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന് ഇറങ്ങിയതായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലും മഞ്ജുവിന് ആ തേവലക്കരയിൽ നിന്ന് ഇവിടം വരെ വരാനും ഇത് കാണാനും തോന്നിയല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായത്? പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പവലിയനാണ്, സർക്കാരിന്റെ വികസന പദ്ധതികളും നേട്ടങ്ങളും ഒക്കെ പറയുന്ന സ്ഥലം കൂടിയാണ്. എന്തുകൊണ്ടാണ് മഞ്ജുവിന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ? കേട്ടപ്പോൾ മക്കളെ മോനെ കൊണ്ടുവന്നൊന്ന് കാണിക്കണമെന്നും, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, ഇതുപോലൊന്നും പോകാനും വിടാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് നേരിട്ട് വന്ന് കാണാൻ തോന്നി, അങ്ങനെ വന്നു. മോനെയും കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നു. കേട്ടു. നല്ല അഭിപ്രായങ്ങൾ തന്നെ. പൊതുവേ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഇതൊന്നും തന്നെ നടന്നേക്കുന്നത്. ചില തീരുമാനങ്ങൾ മഞ്ജു എൻ്റെ കേരളം വേദിയിലെടുത്തു. ആത്മവിശ്വാസത്തോടെ സർക്കാർ പദ്ധതികളെ ആശ്രയിക്കുക. ജീവിതത്തിന് ലക്ഷ്യം വേണം, സഹായിക്കാൻ സർക്കാരും. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു വോട്ടറുടെ അവകാശമാണ് താൻ വോട്ട് ചെയ്ത അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുവും കുടുംബവും ഈ എക്സിബിഷനിലെത്തിയതും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നതും. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.